പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും പുറത്തു പറയാൻ മടിക്കുന്ന എന്നാൽ ഒരുപാട് യുവാക്കൾ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് സ്വയംഭോഗം എന്ന ശീലത്തോടുള്ള അടിമത്തം. ഇത് നിന്റെ ശരീരത്തെ മാത്രമല്ല, നിന്റെ ആത്മവിശ്വാസത്തെയും ലക്ഷ്യബോധത്തെയും കൂടിയാണ് തകർക്കുന്നത്. ഇത് കഴിഞ്ഞുണ്ടാകുന്ന കുറ്റബോധം ഉണ്ടല്ലോ, അത് നിന്റെ വലിയൊരു ഊർജ്ജത്തെയാണ് കെടുത്തിക്കുകയാണ്. നമ്മുടെ തലച്ചോർ എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നു, പക്ഷേ കഷ്ടപ്പെടാതെ കിട്ടുന്ന ഈ സന്തോഷം ഒരു ചതിയാണ്. നീ ഒറ്റക്കാകുമ്പോഴോ സോഷ്യൽ മീഡിയയിൽ മോശമായ കാര്യങ്ങൾ കാണുമ്പോഴോ ആണ് ശൈത്താൻ നിന്നെ ഇതിലേക്ക് നയിക്കുന്നത്. ഒറ്റത്തവണയല്ലേ എന്ന ചിന്തയിൽ നിന്നാണ് ആസക്തി തുടങ്ങുന്നത്. ഓർക്കുക, നിന്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള സമയത്തെയാണ് നീ ഇതിനായി നഷ്ടപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1. ഒറ്റയ്ക്കിരിക്കുന്ന ഒഴിവാക്കുക. ആ ചിന്തകൾ വരുമ്പോൾ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങുകയോ വീട്ടുകാരോടൊപ്പം ഇരിക്കുകയോ ചെയ്യുക. 2. കാഴ്ചകളെ നിയന്ത്രിക്കുക. കണ്ണുകളെ നിയന്ത്രിക്കാതെ നിനക്ക് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാനാവില്ല. ഈ പവർഫുൾ ദിക്ർ പതിവാക്കുക. അള്ളാഹുവിന്റെ നാമമായ യാ ഹഫീൽ, സംരക്ഷിക്കുന്നവൻ. നിന്റെ ചിന്തകളെയും അവയവങ്ങളെയും തെറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ അള്ളാഹുവിനോട് ഈ നാമം ചൊല്ലി സഹായം തേടുക. നീ വിചാരിച്ചാൽ ഇന്ന് തന്നെ ഇത് നിർത്താൻ കഴിയും. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. നീ വെറുമൊരു പരാജയമല്ല, നിനക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനുമുള്ള കഴിവുണ്ട്. നിന്റെ യൗവനം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ചിലവഴിക്കുക. അവനിൽ വിശ്വസിക്കൂ, അവൻ നിനക്ക് വഴി കാണിച്ചു തരും. അള്ളാഹു നമ്മെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ. സഹോദരിമാരിലും ഉമ്മമാരിലും പലരും ഇത്തരം തെറ്റായ ശീലങ്ങളിലോ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളിലോ അകപ്പെട്ടു പോകാറുണ്ട്. ഇത് നിന്റെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടാകാം. അള്ളാഹു സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് വല്ലാത്തൊരു ലജ്ജയോടും ആദരവോടും കൂടിയാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചില കാഴ്ചകളോ അല്ലെങ്കിൽ ഏകാന്തതയോ നമ്മെ തെറ്റായ വഴികളിലേക്ക് നയിക്കും. ഇത് നിന്റെ ആരാധനകളിലുള്ള താല്പര്യം കുറയ്ക്കും, മനസ്സിന് വല്ലാത്തൊരു അശാന്തി നൽകും. ഭാവിയെക്കുറിച്ചുള്ള ഭയവും കുറ്റബോധവും നിന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നാൽ ഓർക്കുക, തിരക്കുള്ളവരാവുക. വെറുതെ ഇരിക്കുമ്പോൾ ശൈത്താൻ നിന്റെ മനസ്സിൽ മോശം ചിന്തകൾ നിറയ്ക്കും. വീട്ടിലെ കാര്യങ്ങളിലോ വായനയിലോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലോ മുഴുകുക. നോട്ടങ്ങളെ സൂക്ഷിക്കുക. ഫോണിലെ അനാവശ്യ വീഡിയോകൾ ഒഴിവാക്കുക. ഉള്ളിലേക്ക് വരുന്നത് നല്ലതാണെങ്കിൽ പുറത്തേക്ക് വരുന്നതും നല്ലതായിരിക്കും. യാ ഖുദ്ദൂസ്, അർത്ഥം അങ്ങേയറ്റം പരിശുദ്ധനായവൻ. ഈ നാമം നീ അധികരിപ്പിച്ച് ചൊല്ലൂ. നിന്റെ ഹൃദയത്തെയും ചിന്തകളെയും അള്ളാഹു പരിശുദ്ധമാക്കി തരും. സ്വയംഭോഗം നിനക്ക് നൽകുന്നത് വെറുമൊരു നിമിഷത്തെ സന്തോഷം മാത്രമാണ്. അത് കഴിഞ്ഞാൽ ശരീരം വല്ലാതെ തളരുകയും കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യാം. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നാടും വീടും വിട്ട് മറുനാട്ടിൽ വിയർപ്പൊഴുക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ നല്ലൊരു ഭാവിക്കുവേ. രാത്രിയിലെ ഏകാന്തമായ മുറികൾ, കുടുംബത്തിൽ നിന്നുള്ള അകലം, തൊഴിൽപരമായ സമ്മർദ്ദം, ഇതെല്ലാം നിങ്ങളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാകും. യാ ബഹീസി, അർത്ഥം പുനർജീവിപ്പിക്കുന്നവൻ. നിന്റെ മരവിച്ചുപോയ മനസ്സിനെ പുനർജീവിപ്പിക്കാനും നിന്റെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അള്ളാഹുവിനോട് ഈ നാമം ചൊല്ലി സഹായം തേടുക. മനസ്സ് തളരുമ്പോൾ 10 വട്ടം ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കുക. പഴയ തെറ്റുകളെ ഓർത്ത് വിഷമിക്കേണ്ട. ഇന്ന് മുതൽ ഒരു പുതിയ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പരിശുദ്ധമാക്കണമേ. ആരും കാണാത്ത നേരത്ത് പോലും തെറ്റുകളിലേക്ക് പോകാൻ ഞങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുമ്പോൾ നിന്റെ ഭയം കൊണ്ട് ഞങ്ങളെ നീ തടയണമേ.